വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും അസ്സലാമു അലൈക്കും. ഞാനൊരു പ്രസംഗകാരനല്ലാത്തതുകൊണ്ട് ഞാനൊരു കഥ പറയാം. കഴിഞ്ഞ ദിവസം വായിച്ചൊരു കഥയായിരുന്നു. പണ്ട് ഒരു മുക്കുവനുണ്ടായിരുന്നു. ആ മുക്കുവൻ വളരെ ദരിദ്രനായ മുക്കുവൻ ഒരു ദിവസം വലവീശി ഒരു പെട്ടി കിട്ടി. ആ പെട്ടിയിൽ ഒരു 2-3 താളിയോല ഉണ്ടായിരുന്നു. ഈ താളിയോല ഇയാൾക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഇയാളൊരു പണ്ഡിതനെ ഏൽപ്പിച്ച്. അങ്ങനെ ആ പണ്ഡിതൻ പറഞ്ഞ്, ഇത് നിൻ്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക, നിനക്ക് ഐശ്വര്യം വരും. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞ് ഇയാൾക്ക് ഐശ്വര്യം വരുന്നില്ല. ഇയാൾ പണ്ഡിതൻ അന്വേഷിച്ച് പോയപ്പോൾ പണ്ഡിതൻ അവിടെ ഇല്ല, പണ്ഡിതൻ സ്ഥലം മാറിപ്പോയിരുന്നു. അങ്ങനെ വീണ്ടും ഇയാൾ വേറൊരു പണ്ഡിതനെ കണ്ട് ഇതേ അവസ്ഥ തന്നെ പണ്ഡിതൻ പറഞ്ഞ്, നീ സൂക്ഷിച്ച് വെക്കൂ. അങ്ങനെ 3-4 പണ്ഡിതന്മാരെ മാറി കണ്ട് അതിനുശേഷം ഇയാൾക്കൊരു ഐശ്വര്യം വരുന്നില്ല. പണ്ഡിതന്മാരൊക്കെ വലിയ കാശുകാരും കോടീശ്വരന്മാരൊക്കെ അതിൻ്റെ സ്ഥലം മാറിപ്പോയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇയാൾ ഇത് പഠിക്കാൻ തീരുമാനിച്ചു. പഠിച്ചപ്പോഴാണ് ഇയാൾ കണ്ടത് ഈ താളിയോലയിൽ ആ നാട്ടിലുള്ള എല്ലാ നിധികളെ കണക്കായിരുന്നു ആ താളിയോലയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പം ഇതേപോലെയായിരുന്നു എന്നെപ്പോലത്തെ ഒരുപാട് പേരുണ്ട് വീട്ടിൽ ഖുർആൻ വെച്ചിട്ട് അതിൻ്റെ അർത്ഥം അറിയാണ്ട് നടക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഇസ്ലാഹി സെൻ്റർ നടത്തുന്ന ലേൺ ദി ഖുർആൻ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതിന് മുന്നോട്ട് പോട്ടെ. അതിന് എൻ്റെതും മദീന ഗ്രൂപ്പിൻ്റെ എല്ലാ ആശംസകളും.